നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടെത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളിലെ പ്രധാന വാർത്ത അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടത് സർക്കാരായിട്ട് കൂടി പ്രതിപക്ഷം സർക്കാരാണ് ഇതിനെല്ലാം കുറ്റക്കാരെന്ന തരത്തിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതിന് ചൂട്ടുപിടിച്ച് ചില മാധ്യമങ്ങളും രംഗത്ത് വന്നു. കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവാണ്. അതുപോലെ തന്നെ ആകാവുന്ന മറ്റൊരു വാർത്തയിൽ മാധ്യമങ്ങൾ രാഷ്ട്രീയം കയറ്റി. നിലവിൽ കേസ് നടക്കുന്ന സംഭവത്തിൽ ജനങ്ങളെയും മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കേസിൽ PP ദിവ്യ തെറ്റുകാരിയാണോ എന്ന് കോടതിയുടെ അന്വേഷണം ഇരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിൽ പരിധിയുണ്ട്. CPMന്റെ അനുഭാവികളാണ് നവീനും PP ദിവ്യയും. നവീന്റേത് ആത്മഹത്യയാണെന്നുള്ള തരത്തിലാണ് ആദ്യം ചാനലുകൾ പോലും ചർച്ച ചെയ്തത്. എന്നിട്ട് കൂടി അവർ പ്രശ്നക്കാരി ആണെന്നുള്ള തരത്തിലാണ് പിന്നീട് വാർത്തകൾ വന്നത്. ഇതിൽ ദുരൂഹതയില്ലേ? ദിവ്യയുടെ പക്ഷത്താണ് ശരിയെന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും ചാനലുകൾ സംസാരിച്ചിട്ടേയില്ല. ഇക്കാര്യം ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. PP ദിവ്യയെ ക്രൂരമായി ക്രൂശിച്ചവർ അവർ ചെയ്ത തെറ്റെന്താണെന്ന് കൃത്യമായി പറയുന്നില്ല. കാരണം ദിവ്യ തെറ്റ് ചെയ്തു എന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. വാർത്താ ദാരിദ്ര്യം നേരിടുന്നതും ജനകീയ അടിത്തറയുള്ള CPM വനിതാ നേതാവായതും കൊണ്ടും മാത്രമായുള്ള വ്യക്തിഹത്യയും വേട്ടയാടലും സ്വയം കഠിനാധ്വാനം കൊണ്ട് ആർജിച്ചെടുത്ത ജനകീയ അടിത്തറയും വലിയ പ്രതീക്ഷയുള്ള പൊതുപ്രവർത്തകയുമായ ദിവ്യയെ ശരിയുടെ പക്ഷത്തു നിന്നതിന്റെ പേരിൽ തകർക്കുക എന്നത് ചിലരുടെ അജണ്ടയായിരുന്നു. ഇതിനായി ഉദ്യോഗസ്ഥരെ അവർ എന്ത് ജനവിരുദ്ധ നിലപാടുകൾ എടുത്താലും വിമർശിക്കാൻ പാടില്ല എന്ന പൊതുബോധം രൂപപ്പെടുത്താൻ ചില മാധ്യമങ്ങളും മറ്റും കുറ്റകരമായി ചെയ്തു കൂട്ടി. ഭാവിയുടെ വാഗ്ദാനമായ കരുത്തയായ ഒരു വനിതാ നേതാവിനെ ഒരു കുറ്റവാളിയായി വലിയൊരു സമൂഹവും കണ്ടു. കാള പെറ്റു എന്ന് കേട്ടപ്പോഴേ അവർ കയറെടുത്തു. പിന്നെ എന്തുകൊണ്ട് വേട്ടയാടി എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതും അതുപോലെയുള്ള മറ്റ് കൈക്കൂലി കേസുകളുമെല്ലാം വാർത്തയാകുമ്പോൾ മരണപ്പെട്ടു പോയത് കൊണ്ട് മാത്രം അയാൾ വിശുദ്ധനായെന്ന് പറയാൻ കഴിയുമോ? ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു പൊതുപ്രവർത്തകയെ വ്യക്തിഹത്യ ചെയ്ത് തകർക്കാൻ ശ്രമിച്ച അവിശ്വസനീയമായ കാഴ്ചകളാണ് കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഒരുപാട് വിചിത്ര കഥകൾ PP ദിവ്യക്കെതിരെ മെനഞ്ഞത് ഒന്നാം തരം സ്ത്രീ വിരുദ്ധത തന്നെയാണ്. ദിവ്യക്ക് പിന്തുണ നൽകുന്നതിൽ പലരും പരാജയപ്പെട്ടു. അവർ ശക്തിയായി പൊതുരംഗത്ത് മടങ്ങിയെത്തുമെന്ന് ഉറപ്പാണ്. അവർക്ക് അർഹതപ്പെട്ട സ്വാഭാവിക നീതി പോലും ലഭിച്ചില്ല എന്നതും വസ്തുതയാണെന്നും റജി ലൂക്കോസ് പറയുന്നു. അവർ തെറ്റുകാരിയാണെന്ന് ഉറപ്പിക്കാനാകാത്തത് കൊണ്ട് തന്നെ അവരെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പുറത്താക്കിയിട്ടില്ല. കൂടാതെ കേസ് അന്വേഷണ വിധേയമാക്കിയാൽ മാത്രമേ ഈ വിഷയത്തിൽ നവീന്റെ പങ്ക് വെളിപ്പെടുകയുള്ളൂ. അന്വേഷിച്ചു വരുമ്പോൾ അവർ തെറ്റുകാരി അല്ലെങ്കിൽ മാധ്യമങ്ങളെ നിങ്ങൾ എങ്ങനെ ഇതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യും? നിരന്തരം കുറ്റപ്പെടുത്തി അവരുടെ മനോവീര്യം കെടുത്തുന്നതും പാപമാണ്.